വാർത്തകളിലേക്ക് വിശദമായി. വയലിൽ വഴിയൊരുക്കാൻ കേന്ദ്രം. കീഴാറ്റൂർ വയലിലൂടെ തന്നെ ബൈപ്പാസ് എന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന്റെ അന്തിമ വിജ്ഞാപനം. വയലിലൂടെയുള്ള പാത മാറ്റുമെന്ന പ്രചാരണം ബിജെപി തുടരുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പരസ്യപ്പെടുത്തിയത്. സമരം തുടരുമെന്ന് വയൽക്കിളി സമരസമിതി നേതാവ് സുരേഷ് കീഴാറ്റൂർ പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെ ആക്രമിച്ചവർക്കുള്ള മറുപടിയാണ് കേന്ദ്ര തീരുമാനമെന്നായിരുന്നു മന്ത്രി ജി സുധാകരന്റെ പ്രതികരണം. സംസ്ഥാനത്ത് വൻ വികസന രാഷ്ട്രീയ സംവാദത്തിന് വഴിവെച്ച തളിപ്പറമ്പ് ബൈപ്പാസ് കീഴാറ്റൂരിലൂടെ തന്നെ നിർമ്മിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വയൽ ഏറ്റെടുക്കുന്നതിനുള്ള അവസാന നടപടിക്രമമാണ് ഇപ്പോൾ പൂർത്തിയായത്. കീഴാറ്റൂരിലെ 9 ഹെക്ടർ കൃഷിഭൂമി സർക്കാർ ഏറ്റെടുക്കുമെന്ന് വ്യക്തമാക്കിയാണ് വിജ്ഞാപനം. ഭൂ ഉടമകളുടെ ഹിയറിംഗിനുള്ള തീയതിയും പരസ്യത്തിലുണ്ട്. ഇതോടെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം അലൈൻമെന്റ് മാറ്റുമെന്ന പ്രചാരണം പാളി. സമരം തുടരുമെന്നും പരാജയപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും വയൽക്കിളി നേതാവ് സുരേഷ് കീഴാറ്റൂർ. ഞങ്ങൾ പരാജയപ്പെടാൻ മാത്രം ഉദ്ദേശിക്കുന്നില്ല. ഈ ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഈ വയൽ സെക്ടറിൽ അതിന്റെ അവസാന നിമിഷം വരെ വയൽക്കിളികൾ സമരം നടത്തിക്കൊണ്ടിരിക്കും. സർക്കാരിനെ രാഷ്ട്രീയമായി ആക്രമിക്കാൻ ശ്രമിച്ചവർക്കുള്ള മറുപടിയാണ് കീഴാറ്റൂർ ബൈപ്പാസിലെ കേന്ദ്രത്തിന്റെ വിജ്ഞാപനമെന്ന് പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. അനാവശ്യ വിവാദങ്ങൾ അവസാനിപ്പിക്കുന്നതിന് കീഴാറ്റൂർ മാതൃകയാകണം. പക്ഷേ എന്തോ ഒരു രാഷ്ട്രീയമായി പിണറായി ഗവൺമെന്റ് കാലത്ത് അങ്ങനെ പൂർത്തിയാക്കണ്ട, വേണമെങ്കിൽ നമുക്ക് തുടങ്ങി വെക്കാൻ അവസാനം മതി എന്നൊക്കെയുള്ള രാഷ്ട്രീയം കൂട്ടിക്കലർത്തിയുള്ള ഈ സമരവും രാഷ്ട്രീയമായിരുന്നു. കഴിഞ്ഞ ജൂലൈയിലാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പഠന റിപ്പോർട്ട് തള്ളി 3D വിജ്ഞാപനം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം പുറത്തിറക്കിയത്. മനു ഭരത്, ന്യൂസ് 18, കണ്ണൂർ. കീഴാറ്റൂർ ബൈപ്പാസിന്റെ അലൈൻമെന്റ് മാറ്റില്ല എന്ന തീരുമാനം വന്നതോടെ പദ്ധതിക്ക് നഷ്ടമായത് 1 വർഷത്തിലേറെ. അനുകൂലമായും പ്രതികൂലമായും അണിനിരന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും കീഴാറ്റൂരിൽ തിരിച്ചടിയുണ്ടായി. കീഴാറ്റൂർ ബൈപ്പാസിന് അലൈൻമെന്റ് തീരുമാനിച്ചത് UDF ഭരണകാലത്ത്. തീരുമാനമെടുത്തത് കേന്ദ്ര മന്ത്രാലയം. സ്ഥലമേറ്റെടുക്കേണ്ട നടപടി തുടങ്ങിയത് LDF സർക്കാർ. തുടക്കം മുതൽ എതിർത്തത് CPM അംഗങ്ങൾ ചേർന്ന് രൂപീകരിച്ച വയൽക്കിളികൾ എന്ന സംഘടന. BJPയും കോൺഗ്രസും ഇരുവശത്തുനിന്ന് വയൽക്കിളികളെ പിന്തുണച്ചപ്പോൾ CPM ഒറ്റയ്ക്ക് പദ്ധതിക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചു. CPI പോലും വയൽക്കിളികളുടെ കാര്യത്തിൽ CPMനെ ഒരു ഘട്ടത്തിൽ കൈവിട്ടു. അസാധാരണമായ രാഷ്ട്രീയ നീക്കങ്ങളായിരുന്നു കീഴാറ്റൂർ ബൈപ്പാസിന്റെ പേരിൽ സംസ്ഥാനത്തുണ്ടായത്. കേന്ദ്ര സർക്കാർ സമരക്കാരെ കബളിപ്പിച്ചുവെന്നായിരുന്നു അന്ന് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച VM സുധീരന്റെ പ്രതികരണം. ഒന്നാമത് ഈ ദേശീയപാതയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ വികസനത്തിനോ അതൊക്കെ വിജയിപ്പിക്കണമെങ്കിൽ ജനങ്ങളുടെ പങ്കാളിത്തം, ജനങ്ങളുടെ ജനഹിതം മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. പക്ഷേ ദേശീയവാദികളുടെ കാര്യത്തിൽ ഒരു മർക്കടമുഷ്ടി സംസ്ഥാന ഗവൺമെന്റ് വെച്ച് പുലർത്തുന്നു. കേന്ദ്ര ഗവൺമെന്റും അതിന്റെ കൂടെ തന്നെയാണ്. കീഴാറ്റൂരിനെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കാൻ ശ്രമിച്ച BJP മറുപടി പറയണമെന്നായിരുന്നു P ജയരാജന്റെ പ്രതികരണം. CPMനെ ഒതുക്കാം എന്ന ധാരണയോടെ വിരുദ്ധ ശക്തികളാകെ ഒത്തുചേരുന്ന കാഴ്ചയാണ് കീഴാറ്റൂർ കണ്ടത്. ഈ ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾ എടുത്തിട്ടുള്ള തെറ്റായ നിലപാടുകൾ തിരുത്തി അതിവേഗം ദേശീയപാതയുടെ വികസനം സാധ്യമാക്കുന്നതിനായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതോടൊപ്പം ജനങ്ങളാകെയും മുന്നോട്ട് വരണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. സമരം തുടരുമെന്ന് വയൽക്കിളികൾ പ്രഖ്യാപിച്ചെങ്കിലും BJP ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ന്യൂസ് 18, കണ്ണൂർ. നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് തുടക്കം. അന്തരിച്ച അംഗം PB അബ്ദുൾ റസാഖിന് ചരമോപചാരം അർപ്പിച്ച് ആദ്യ ദിനം പിരിഞ്ഞു. സാധാരണക്കാർക്ക് ഏത് സമയവും സമീപിക്കാൻ കഴിയുന്ന നേതാവായിരുന്നു അബ്ദുൾ റസാഖ് എന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. ഭാഷാന്യൂനപക്ഷങ്ങളുടെ അവകാശത്തിനായി പോരാടിയ നേതാവാണ് അബ്ദുൾ റസാഖ് എന്ന് സ്പീക്കർ P ശ്രീരാമകൃഷ്ണനും വർഗീയ ശക്തികളെ ചെറുത്ത കോട്ടയായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും മറവിലേക്ക് മായാത്ത ഊഷ്മളമായ സൗഹൃദം അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു. ലാളിത്യമായിരുന്നു ആ വ്യക്തിത്വത്തിന്റെ ഔന്നത്യം. സംസ്ഥാനത്തിന്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങളിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും സജീവ ശ്രദ്ധ പതിപ്പിച്ചിരുന്ന അബ്ദുൾ റസാഖിന്റെ വിയോഗത്തിലൂടെ സാധാരണക്കാർക്കൊപ്പം നിന്ന് ഒരു മികച്ച പൊതുപ്രവർത്തനയും കഴിവുറ്റ ഒരു സാമാജികനെയുമാണ് നഷ്ടമായിരിക്കുന്നത്. ലളിതവും സുതാര്യവുമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ശ്രീ അബ്ദുൾ റസാഖ്. ഏത് ഘട്ടത്തിലും ഏത് സാധാരണക്കാരനും സമീപിക്കാവുന്ന വ്യക്തിത്വം. അബ്ദുൾ റസാഖ് അദ്ദേഹം ആദ്യവും അവസാനവും മുൻഗണന നൽകിയിരുന്നത് തൻ്റെ ജില്ലയിലെയും പ്രത്യേകിച്ച് തൻ്റെ നിയോജകമണ്ഡലത്തിലെയും ജനങ്ങളുടെ ക്ഷേമമായിരുന്നു. വളരെ സൗമ്യനും മിതഭാഷിയുമായ അദ്ദേഹം
എല്ലാ രാഷ്ട്രീയ സംവാദങ്ങളിലും ഇടപെട്ട് സംസാരിക്കുന്ന ആളായിരുന്നില്ല. എന്നാൽ താൻ പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരു പൊതുപ്രവർത്തകനായിട്ട് വേണം നമുക്ക് കാണാൻ. വരും ദിവസങ്ങളിൽ ശബരിമല തന്നെയായിരിക്കും സഭയിലെ ചൂടുള്ള ചർച്ചാ വിഷയം. നിരോധനാജ്ഞ പിൻവലിക്കണമെന്ന ആവശ്യവുമായി സഭയിൽ ഏതറ്റം വരെയും പോകാനാണ് UDF തീരുമാനം. KT ജലീലിനെതിരായ ബന്ധുനിയമന ആരോപണം, PK ശശിക്കെതിരായ വനിതാ നേതാവിന്റെ പരാതി, പ്രളയാനന്തര നടപടികൾ തുടങ്ങിയവയും പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരും. ശബരിമല വിഷയത്തിൽ നിയമനിർമ്മാണം ആവശ്യപ്പെട്ട് A. വിൻസെന്റ് നൽകിയ സ്വകാര്യ ബിൽ പരിഗണിക്കാനാവില്ലെന്ന് നിയമസഭാ സെക്രട്ടേറിയറ്റ് മറുപടി നൽകി. ശബരിമലയിൽ നിരോധനാജ്ഞ പിൻവലിക്കും വരെ നിയമസഭ സ്തംഭിപ്പിക്കുമെന്ന് UDF. മന്ത്രി KT ജലീലിനെ സഭയ്ക്കകത്തും പുറത്തും ബഹിഷ്കരിക്കാനാണ് തീരുമാനം. കിരൺ ബാബു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. കിരൺ, ശബരിമല വിഷയത്തിൽ നിലപാട് കടുപ്പിക്കാൻ തന്നെയാണ് UDF തീരുമാനം. എന്തൊക്കെയാണ് ഇന്നത്തെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ? ഇന്നത്തെ പാർലമെന്ററി പാർട്ടി യോഗത്തിലും അതിനുശേഷം നടന്ന UDF യോഗത്തിലുണ്ടായ പ്രധാന തീരുമാനം ശബരിമല മുഖ്യ വിഷയമാക്കി നിയമസഭയിൽ അകത്തും പുറത്തും സമരം ശക്തമാക്കാൻ തന്നെയാണ്. നിയമസഭയിൽ നിരോധനാജ്ഞ പിൻവലിക്കണം എന്നുള്ളതായിരിക്കും പ്രധാനമായും ഉന്നയിക്കുന്ന ആദ്യത്തെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഏതറ്റം വരെയും പോകാനാണ് പാർലമെന്ററി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിന്റെ പരിണിതി എന്ന് പറയുന്നത് നിയമസഭ സ്തംഭിക്കുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും നീങ്ങുന്നത്. പ്രധാനമായും ശബരിമല ഇഷ്യൂ ഉയർത്തിക്കൊണ്ടാണ് നിയമസഭയ്ക്ക് അകത്ത് സമരം നടത്തുന്നതോടൊപ്പം തന്നെ പുറത്തും സമര പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ മാസം 29-ാം തീയതി എല്ലാ പഞ്ചായത്ത് ആസ്ഥാനങ്ങളിലും പ്രകടനം നടത്താനും അതോടൊപ്പം തന്നെ നവംബർ 5-ാം തീയതി എല്ലാ നിയോജകമണ്ഡല ആസ്ഥാനങ്ങളിലും സായാഹ്ന ധർണ നടത്താനുമാണ് UDFന്റെ തീരുമാനം. എന്തായാലും ഈ വിഷയം തന്നെയാവും വരും ദിവസങ്ങളിൽ UDF ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുക. കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. യോഗശേഷം UDF ചെയർമാൻ ബെന്നി ബെഹനാൻ സംസാരിച്ചു. വാക്കുകളിലേക്ക്. ശബരിമലയിൽ 144 പ്രഖ്യാപിച്ച് ഭക്തരുടെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രപരമായൊരു സമീപനമാണ് ശ്രീ പിണറായി വിജയൻ കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 144 ശബരിമലയിൽ പ്രശ്നമുണ്ടാകാതിരിക്കാനല്ല, നേരെ മറിച്ച് ശ്രീ പിണറായി വിജയന് ഒരു രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ശബരിമല 144. ജലീലിനെ ബഹിഷ്കരിക്കാൻ UDF തീരുമാനിച്ചു. നിയമസഭയിൽ എന്ത് സമീപനമെടുക്കുമെന്ന് നിയമസഭാ കമ്മിറ്റി തീരുമാനിക്കും. K. കൃഷ്ണൻകുട്ടി ഇന്ന് മന്ത്രിയായി ചുമതലയേൽക്കും. വൈകിട്ട് 5-ന് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ. ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് UDF അറിയിച്ചു. മാത്യു ടി തോമസിന്റെ പിൻഗാമിയായി ജനതാദൾ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ K. കൃഷ്ണൻകുട്ടി മന്ത്രിസഭയിലേക്ക് എത്തുകയാണ്. വൈകിട്ട് 5-ന് രാജ്ഭവനിൽ നടക്കുന്ന ലളിതമായ ചടങ്ങിൽ സത്യവാചകം ചൊല്ലി അധികാരമേൽക്കും. തുടർന്ന് സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി ചുമതലയേൽക്കും. മാത്യു ടി തോമസ് വഹിച്ചിരുന്ന ജലവിഭവം തന്നെയായിരിക്കും K. കൃഷ്ണൻകുട്ടിയുടെയും വകുപ്പ്. മികച്ച കർഷകനായും പരിസ്ഥിതി പ്രവർത്തകനായും അറിയപ്പെടുന്ന കൃഷ്ണൻകുട്ടി വലിയ വികസന പ്രതീക്ഷകളോടെയാണ് മന്ത്രിസഭയിലെത്തുന്നത്. നമ്മളൊരു സാധാരണ കർഷക കുടുംബത്തിൽ നിന്ന് വന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അവർക്കൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സന്ദർഭമാണല്ലോ, അത് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പലവട്ടം MLA ആയിരുന്ന കൃഷ്ണൻകുട്ടി മന്ത്രിയാകുന്നത് ഇതാദ്യം. മന്ത്രിയെ മാറ്റാനുള്ള തീരുമാനത്തെ തുടർന്ന് JDS-ലുണ്ടായ പ്രതിസന്ധി കെട്ടടങ്ങിയിട്ടില്ല. എന്നാൽ ഇന്നലെ മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും നടത്തിയ കൂടിക്കാഴ്ചയോടെ സാഹചര്യങ്ങൾക്ക് അയവ് വന്നിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മാത്യു ടി തോമസും പങ്കെടുക്കും. അതേസമയം സത്യപ്രതിജ്ഞാ ചടങ്ങ് UDF ബഹിഷ്കരിക്കും. ശബരിമല അടക്കമുള്ള വിഷയങ്ങളിലെ സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ജലക്ഷാമം രൂക്ഷമായ ഒരു മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ് കൃഷ്ണൻകുട്ടി. സ്വാഭാവികമായും സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രിയായി K. കൃഷ്ണൻകുട്ടി ചുമതലയേൽക്കുമ്പോൾ അദ്ദേഹത്തിന് മുന്നിലുള്ള ഒരു വലിയ വെല്ലുവിളിയും അതുതന്നെയായിരിക്കാം. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ നിതിൻ എസ്ഐക്കൊപ്പം TG സജിത്, ന്യൂസ് 18. MLA സ്ഥാനത്തിന് അയോഗ്യത കൽപ്പിച്ച ഹൈക്കോടതി വിധിക്കെതിരെ KM ഷാജി നൽകിയ അപ്പീൽ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. വിധി സ്റ്റേ ചെയ്യണമെന്ന് ഷാജിയുടെ അഭിഭാഷകൻ ആവശ്യപ്പെടും. ജസ്റ്റിസ് AK സിക്രി അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. 2 മണിക്ക് കേസ് ബെഞ്ചിന് മുന്നിൽ എത്തിക്കാനാണ് അഭിഭാഷകരുടെ നീക്കം. മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബൽ, മനു അഭിഷേക് സിംഗ്വി, ദുഷ്യന്ത് ദവെ എന്നിവരിൽ ഒരാൾ ഷാജിക്ക് വേണ്ടി ഹാജരാകും. ആനുകൂല്യങ്ങൾ പറ്റരുത് എന്ന ഉപാധിയോടെ കോടതി സ്റ്റേ അനുവദിക്കാനാണ് സാധ്യത. സ്റ്റേ ഉത്തരവ് ലഭിച്ചാൽ നാളെ മുതൽ ഷാജിക്ക് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാം. ചാരക്കേസിൽ നമ്പി നാരായണനെ മുൻ DGP സെൻകുമാർ വേട്ടയാടിയെന്ന് ഹൈക്കോടതിയിൽ സർക്കാരിന്റെ സത്യവാങ്മൂലം. നമ്പി നാരായണനെ കുടുക്കാൻ സെൻകുമാർ ശ്രമിച്ചു എന്ന പരാതിയിൽ അന്വേഷണം നടക്കുകയാണ്. അതിനാൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗമായി സെൻകുമാറിനെ നിയമിക്കാനാവില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു.
കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അംഗമാകുന്നത് തടയാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നാരോപിച്ച് സെൻകുമാർ സമർപ്പിച്ച ഹർജിയിലാണ് സർക്കാർ സത്യവാങ്മൂലം. നമ്പി നാരായണൻ തിരുവനന്തപുരം സബ് കോടതിയിൽ സമർപ്പിച്ച പരാതിയിൽ അന്വേഷണം പൂർത്തിയാകാതെ സെൻകുമാറിനെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് അംഗമാക്കാൻ ആവില്ലെന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നമ്പി നാരായണൻ കോടതിയിൽ നൽകിയ പരാതിയിൽ 7ാം എതിർകക്ഷിയാണ് സെൻകുമാർ. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് കേസിൽ തുടരന്വേഷണത്തിന് അനുമതി വാങ്ങിയത് സെൻകുമാറാണെന്നാണ് പരാതി. സെൻകുമാർ മാധ്യമങ്ങൾക്ക് ഈ വാർത്ത നൽകുക വഴി ഉണ്ടായ മാനനഷ്ടത്തിന് 11 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്നാണ് നമ്പി നാരായണന്റെ ആവശ്യം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അംഗമാകുന്നത് തടയാൻ ശ്രമിച്ച സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നാണ് മുൻ DGP TP സെൻകുമാർ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 കൊച്ചി. ശബരിമല ദർശനത്തിന് ശ്രമിച്ച വിവാദത്തിലായ രഹന ഫാത്തിമ അറസ്റ്റിൽ. പത്തനംതിട്ട പോലീസ് കൊച്ചിയിലെത്തിയാണ് അറസ്റ്റ് ചെയ്തത്. മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടതിനാണ് അറസ്റ്റ്. ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, വിവരങ്ങൾ എന്താണ്? അല്പസമയം മുമ്പാണ് രഹന ഫാത്തിമയെ കൊച്ചിയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട CIയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘം കൊച്ചിയിലെത്തി BSNL ഓഫീസിൽ നിന്ന് BSNL ജീവനക്കാരിയായ രഹന ഫാത്തിമയെ ഓഫീസിൽ നിന്നാണ് അറസ്റ്റ് കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ ശബരിമല ദർശനത്തിനായി രഹന ഫാത്തിമ പോലീസ് അകമ്പടിയിൽ സന്നിധാനം വരെ എത്തിയിരുന്നു. എന്നാൽ ദർശനം നടത്താനായില്ല. ഇത് വളരെ വലിയ പ്രതിഷേധമുണ്ടാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് BJP നേതാവ് രാധാകൃഷ്ണ മേനോന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട പോലീസിൽ പരാതി നൽകിയത്. ശബരിമല ദർശനത്തിന് എത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് രഹന ഫാത്തിമ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് മതവികാരം വ്രണപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് രഹന ഫാത്തിമയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നായിരുന്നു പരാതിയിലെ ആവശ്യം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട പോലീസ് രഹന ഫാത്തിമയ്ക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ ജാമ്യം ലഭിക്കാത്ത കുറ്റമായതിനാൽ തന്നെ ഹൈക്കോടതിയിൽ രഹന ഫാത്തിമ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഈ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ദിവസങ്ങൾക്ക് ശേഷം പത്തനംതിട്ട പോലീസ് ഇന്ന് രഹന ഫാത്തിമയെ കൊച്ചിയിലെത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇതിനുശേഷം ഇവരെ വൈകിട്ട് ഒരു 5 മണിയോടുകൂടി പത്തനംതിട്ടയിൽ എത്തിക്കുമെന്നാണ് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇവരെ ഇവിടെ എത്തിച്ച ശേഷം കൂടുതൽ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള ബാക്കി നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കുകയും ചെയ്തതിനു ശേഷം നാളെ രാവിലെയോടുകൂടിയായിരിക്കും ഒരുപക്ഷെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക. ഇന്ത്യൻ ശിക്ഷാ നിയമം 153A വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ പത്തനംതിട്ട പോലീസ് നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇത് ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ കുറ്റം ചുമത്തിയത്. 3 വർഷം തടവും പിഴയും ഒക്കെ ലഭിക്കാവുന്ന കുറ്റമാണിത്. രഹന ഫാത്തിമയെ എന്തായാലും വൈകിട്ടോടുകൂടി പത്തനംതിട്ട പോലീസ് പത്തനംതിട്ടയിൽ കൊണ്ടുവരും. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. യുവതികൾ എത്തിയാൽ സംരക്ഷണം നൽകും. എന്നാൽ ഒരു യുവതിയെയും ശബരിമലയിലെത്താൻ നിർബന്ധിക്കില്ല. ക്രമസമാധാനം തകരുമോ എന്ന് പറയാൻ പോലീസിന് മാത്രമാണ് അധികാരമെന്നും അഡ്വക്കേറ്റ് ജനറൽ വ്യക്തമാക്കി. ഭക്തന്മാർ കൂട്ടമായി നിന്ന് ശരണം വിളിക്കുന്നത് നിരോധനാജ്ഞ ലംഘനമാകുന്നതെങ്ങനെയെന്ന് കോടതി ചോദിച്ചു. വിവിധ ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കുകയാണ്. നിയന്ത്രണങ്ങൾക്കിടയിലും ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. ഇന്ന് ഉച്ചവരെ 25,000-ത്തിലധികം തീർത്ഥാടകർ ദർശനത്തിനെത്തി. കർണാടകയിലെ BJP MP PC മോഹനും MLA സുരേഷ് കുമാറും ഇന്ന് ദർശനത്തിനെത്തി. ആദ്യ ദിവസങ്ങളിൽ ശബരിമലയിലേക്കെത്തിയ ഭക്തരുടെ എണ്ണത്തിലുണ്ടായ കുറവ് പതിയെ മാറുകയാണ്. ശരാശരി 30,000 തീർത്ഥാടകർ എത്തിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇന്നലെ എത്തിയത് 53,145 പേർ. ഈ മണ്ഡലകാലത്ത് തീർത്ഥാടകരുടെ എണ്ണം 1,00,000 കടന്ന ആദ്യ ദിവസവും ഇന്നലെയായിരുന്നു. ഇന്നും സമാനമായ അവസ്ഥയാണ് സന്നിധാനത്ത്. ഒഴിഞ്ഞുകിടന്നിരുന്ന നടപ്പന്തലിൽ നല്ല തിരക്കാണ്. നെയ്യഭിഷേകത്തിനും കൂടുതൽ പേരെത്തി. അപ്പം అరవణ విల్పనയിലും വർധനവുണ്ട്. సన్నిధానത്തും పంబైലും ఏర్పడితే నియంత్రణలు బుద్ధిముట్టికిందిല്ലെന്ന് భక్తర్. అంతా ఓకే ఉన్నది, ఎవరిది ఏమి ఇబ్బంది లేదు. ప్రతి ఒక్కటి ఫుడ్ అంతా బాగా దొరుకుతుంది. చెప్పేది సాములు చాలా చెప్తారు, ఇది దొరకలేదు అది దొరకలేదు అని. அவங்க சொன்ன நாங்களும் ஏதோ எதிர்பார்த்தா வந்தோம், ஏதாவது ட்ரை ஆகும்னு சொல்லிட்டு எதுவும் அவ்வளோ நல்லா தான் சாமி பார்த்தோம். சேம் as it is last year was there, no same it is. മലയാളി തീർത്ഥാടകരുടെ എണ്ണത്തിലും വർധനവുണ്ട്. ദർശനത്തിന് യാതൊരു പ്രശ്നമില്ലാതെ ഒരുപാട് പടിയേറിപ്പോയി തൊഴിയുകയും ചെയ്തു. നിരോധനാജ്ഞ തുടരുന്നതിനാൽ പമ്പയിലും സന്നിധാനത്തും ജാഗ്രത തുടരുന്നുണ്ട്. എന്നാൽ അധിക പരിശോധനകളില്ല. സുഗമമായ ദർശനം നടത്താനായതിന്റെ സന്തോഷത്തിലാണ് തീർത്ഥാടകരുടെ മലയിറക്കം. പ്രതിഷേധങ്ങൾ ഒഴിഞ്ഞതിനാൽ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡ്. പമ്പയിൽ നിന്ന് ക്യാമറാമാൻ ഷിജോയൻ ജെയിംസിനൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. അയൽ സംസ്ഥാനങ്ങളിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് വ്യാപക കുപ്രചരണം നടക്കുന്നുവെന്ന് തീർത്ഥാടകർ. സംഘർഷ സാധ്യതയുണ്ടെന്ന പ്രചാരണത്തെ തുടർന്ന് പലരും യാത്ര നീട്ടിവെച്ചെന്നും
ആന്ധ്ര, തെലങ്കാന, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ തീർത്ഥാടകർ പറയുന്നു. ശബരിമലയിൽ ഇപ്പോൾ ദർശനത്തിനെത്തുന്നവരിൽ ഏറെയും ഇതര സംസ്ഥാന തീർത്ഥാടകരാണ്. മണ്ഡലകാലത്തിന്റെ തിരക്കിലേക്ക് സന്നിധാനം പതിയെ കടക്കുമ്പോഴും ദർശനത്തിനെത്തുന്നവരിൽ ഏറെയും ഇതര സംസ്ഥാന ഭക്തരാണ്. തീർത്ഥാടന കാലത്തിന്റെ തുടക്കത്തിൽ യാത്ര ഒഴിവാക്കിയതിന്റെ കാരണം ശബരിമലയെ സംബന്ധിച്ചുള്ള കുപ്രചരണങ്ങളാണെന്ന് ഇവർ പറയുന്നു. Starting they are saying there are many problems like there is a fighting all going on. I came here, no fighting is there, no nothing else. Same as it is last year was there, no same it is. കഴിഞ്ഞ 2 ദിവസങ്ങളായി ആയിരക്കണക്കിന് ഇതര സംസ്ഥാന തീർത്ഥാടകരാണ് ശബരിമലയിലെത്തിയത്. അതിനാൽ തന്നെ നെയ്യഭിഷേകം പോലെയുള്ള ചടങ്ങുകൾക്ക് തിരക്ക് വർദ്ധിക്കുകയും ചെയ്തു. ഇവിടെ എത്തിയപ്പോഴാണ് പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിലായതെന്ന് ആന്ധ്ര സ്വദേശി ധനാകർ റെഡ്ഡി. റൂമർസ് അങ്ങ് ഭയങ്കരമാ ഇരിക്കും. അങ്ങ് சொல்றதுக்கு இங்க பார்க்கிறதுக்கு சம்பந்தமே இல்ல. ഇക്കണ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. അപ്പോൾ എല്ലാ ഫെസിലിറ്റീസ്. കുപ്രചരണങ്ങളിൽ വിശ്വസിക്കരുതെന്നും ശബരിമലയിൽ യാതൊരുവിധ പ്രശ്നങ്ങളില്ലെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാനും ഇവർ മുൻകൈയെടുക്കുന്നുണ്ട്. മണ്ഡലകാലത്തിന്റെ തുടക്കത്തിലുണ്ടായ കുപ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമായതോടെയാണ് അന്യസംസ്ഥാനത്ത് നിന്നുള്ള തീർത്ഥാടകർ കൂട്ടമായി സന്നിധാനത്തേക്ക് എത്തിയത്. വരും ദിവസങ്ങളിൽ ഇതര സംസ്ഥാനത്തു നിന്നുള്ള തീർത്ഥാടകരിൽ വൻ വർധനയുണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെയും പ്രതീക്ഷ. സന്നിധാനത്ത് നിന്ന് ക്യാമറാമാൻ കൃഷ്ണപ്രസാദിനൊപ്പം MR രാകേഷ്, ന്യൂസ് 18. പോലീസിനെ വെല്ലുവിളിച്ച് ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രൻ. യതീഷ് ചന്ദ്രയുടെ ബൂട്ട് പൊങ്ങുന്നതിന് മുൻപ് ബിജെപി പ്രവർത്തകരുടെ കാലുകൾ പൊങ്ങും. ക്ഷേത്രങ്ങളിൽ പണമിടരുതെന്ന് ബിജെപി വിശ്വാസികൾക്ക് അറിയിപ്പ് നൽകിയെന്നും ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തി. ബോർഡ് വരുമാനം കുറയ്ക്കുക എന്നത് പ്രഖ്യാപിത നയമാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. യതീഷ് ചന്ദ്രയോട്, അത്തരത്തിലുള്ള പോലീസ് ഓഫീസർമാരോട് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് ബൂട്ടിട്ട് നിങ്ങളുടെ കാല് എത്ര ദൂരം പൊന്തും? നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന പോലീസുകാരുടെ കയ്യിലൊക്കെ ലാത്തിയുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ലാത്തിയേക്കാൾ നല്ല കാര്യങ്ങള് നിങ്ങളുടെ കയ്യിൽ ലാത്തി, ഞങ്ങളുടെ കയ്യിൽ ദണ്ഡ, ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ഒന്നാം തരം നിയുദ്ധ പഠിച്ച ആളുകളാണ്. യതീഷ് ചന്ദ്ര ചവിട്ടാൻ വേണ്ടി ബൂട്ട് ഉയർത്തുന്നതിന് മുൻപ് ബൂട്ടില്ലാത്ത കാലുമായിട്ട് ഞങ്ങൾ ഒരു മുറപ്രയോഗം നടത്താൻ തീരുമാനിച്ചാൽ അത് യതീഷ് ചന്ദ്രയുടെ ബൂട്ട് പൊങ്ങുന്നത് പോലെയായിരിക്കില്ല നിയുദ്ധ പഠിച്ചവന്റെ കാല് പൊങ്ങുന്നത്. ലൈംഗിക പീഡന പരാതിയിൽ നടപടി നേരിട്ട PK ശശിയുടെ ഗൂഢാലോചനാവാദം CPM അന്വേഷിക്കും. പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ച് ഗൂഢാലോചന നടത്തിയവരെ കണ്ടെത്തി നടപടിയെടുക്കാനാണ് തീരുമാനം. നാളെ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുക്കും. താൻ ക്രിമിനൽ കുറ്റം ചെയ്തിട്ടില്ലെന്ന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ PK ശശി പറഞ്ഞു. PK ശശി MLAക്കെതിരായ നടപടി മാതൃകാപരമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. CPMന്റേത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മാത്രം കഴിയുന്ന നിലപാടെന്നും കാനം പറഞ്ഞു. ഇത്തരം കാര്യങ്ങളിൽ സാധാരണ ഇതുപോലെയുള്ള ആക്ഷേപങ്ങൾ പലർക്കെതിരായി ഉണ്ടാകുമ്പോൾ ഒരു നടപടിയും സ്വീകരിച്ച് കണ്ടിട്ടില്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് തന്നെ സുപരിചിതമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോൾ CPIM എടുത്തിട്ടുള്ള നിലപാട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ തരത്തിലുള്ള നടപടികൾ എടുക്കാറുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമേ എടുക്കാറുള്ളൂ എന്നതാണ് സത്യം. മധ്യപ്രദേശും മിസോറാമും നാളെ പോളിംഗ് ബൂത്തിലേക്ക്. കനത്ത സുരക്ഷയിലാണ് വോട്ടെടുപ്പ്. മധ്യപ്രദേശിൽ 230 നിയമസഭാ സീറ്റുകളിലേക്കും മിസോറാമിൽ 40 സീറ്റുകളിലേക്കും ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. നിശബ്ദ പ്രചാരണത്തിലും വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. മകളുടെ വിവാഹത്തിന് മുന്നോടിയായാണ് മുകേഷ് അംബാനി ദർശനത്തിനെത്തിയത്. ഇളയ മകൻ ആനന്ദ് അംബാനിയും ഒപ്പമുണ്ടായിരുന്നു. തിരുപ്പതി ദർശനത്തിന് ശേഷമാണ് മുകേഷ് അംബാനിയും മകനും ഗുരുവായൂരിൽ എത്തിയത്. ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ ദേവസ്വം ചെയർമാൻ KB മോഹൻദാസ് പൊന്നാട അണിയിച്ച് ഇരുവരെയും സ്വീകരിച്ചു. തുടർന്ന് ക്ഷേത്ര ദർശനം. മകൾ ഇഷ അംബാനിയുടെ വിവാഹക്ഷണക്കത്ത് ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. കദളിക്കുലയും ഉരുളികളിൽ നെയ്യും കാണിക്കയായി സമർപ്പിച്ച അദ്ദേഹം 15 മിനിറ്റ് ക്ഷേത്രത്തിൽ ചെലവഴിച്ചു. അമ്മയുടെ നിർദ്ദേശാനുസരണമാണ് ഗുരുവായൂരിൽ എത്തിയതെന്നും തന്റെ വിവാഹത്തിനു മുമ്പും ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടെന്നും മുകേഷ് അംബാനി ദേവസ്വം ചെയർമാനോട് പറഞ്ഞു. ദേവസ്വം ചെയർമാൻ മുകേഷ് അംബാനിക്ക് ഉപഹാരം സമ്മാനിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം ഇരുവരും രാമേശ്വരം ക്ഷേത്ര സന്ദർശനത്തിനായി തമിഴ്നാട്ടിലേക്ക് പോയി. ന്യൂസ് 18 തൃശൂർ. നിലയ്ക്കലിലെത്തുന്ന തീർത്ഥാടകർക്ക് വഴികാട്ടാൻ 7 ഭാഷകളുമായി കാസർഗോഡ് സ്വദേശി ഇബ്രാഹിം. KSRTC സർവീസിന്റെ വിവരങ്ങളാണ് ഇബ്രാഹിം വിവിധ ഭാഷകളിൽ ഉച്ചഭാഷണിയിലൂടെ നൽകുന്നത്.
पंबा अय्यप्पा स्वामी सन्निधान जाने वाला एसी और नॉन एसी बस निलक्कल बस स्टेशन का पार्किंग में ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ, തെലുങ്ക്, തുളു അങ്ങനെ മലയാളത്തിന് പുറമെ 6 ഭാഷകൾ. മിനിറ്റുകളുടെ ഇടവേളകളിൽ നിലയ്ക്കാതെ ഓടുന്ന KSRTC ബസ്സുകളുടെ വിവരങ്ങൾ, കൂട്ടം തെറ്റിപ്പോകുന്നവരെ കണ്ടെത്താനും അധികൃതർ ഒരുക്കുന്ന ക്രമീകരണങ്ങൾ അറിയാനും ഇവിടെ ആർക്കും പ്രയാസമില്ല. എല്ലാത്തിനും തുണയായി ഇബ്രാഹിമിന്റെ ശബ്ദമുണ്ട്. ഞാനിപ്പോൾ ഒരു 7 ഭാഷയിൽ സംസാരിക്കുന്നുണ്ട് സാറേ. വളരെ നമുക്ക് ഇത്തിരി ടയർഡാകുന്നുണ്ട്, എന്നാലും വളരെ സന്തോഷമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വാമിമാർ പറഞ്ഞാൽ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്കൊന്നും തിരിയുന്നില്ല. ആൾക്കാരെ മിസ്സാകുന്നുണ്ട്, അവരുടെ സ്ഥാനങ്ങൾ മിസ്സാകുന്നുണ്ട്. പക്ഷെ അവരെല്ലാം നല്ല രീതിയിൽ നമുക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. കാസർഗോഡ് ഡിപ്പോയിൽ ഡ്രൈവറായ ഇബ്രാഹിം കഴിഞ്ഞ വർഷമാണ് നിലയ്ക്കലിൽ അനൗൺസറായി ആദ്യമെത്തുന്നത്. പ്രതികൂല കാലാവസ്ഥയിൽ ശബ്ദത്തിന് പ്രശ്നമുണ്ട്. പക്ഷേ വിശ്രമിക്കാൻ ഇബ്രാഹിം ഒരുക്കമല്ല. పంబ అయ్యప్ప స్వామి సన్నిధాన పోపిన ఏసీ నాన్ ఏసీ బస్సులు నిలక్కల్ బస్ స్టేషన్ పార్క్ మాంతుండు ಬಸ್ತ ಟಿಕೆಟ್ಗಳು ಬಸ್ತ ಉಳಾಯಿಡ್ತೆ ಲಭಿಸುವಂತುಂಡು ಸ್ವಾಮಿ ಶರಣಯ್ಯಪ್ಪ. മണ്ഡലമകര കാലഹളല്ലി തീർത്ഥാടകരെ സഹായിക്കാകി ഇബ്രാഹിം ഇല്ലി ഇർത്താരെ എന്ന് വെച്ചാൽ മണ്ഡലമകര കാലത്ത് തീർത്ഥാടകരെ സഹായിക്കാൻ ഇബ്രാഹിം ഇവിടെ ഉണ്ടാകും. നിലയ്ക്കലിൽ നിന്നും അരുൺ മാത്യുവിനൊപ്പം വി വിനോദ്, ന്യൂസ് 18. CNN ന്യൂസ് 18 മാനേജിംഗ് എഡിറ്റർ ആർ രാധാകൃഷ്ണൻ നായർ അന്തരിച്ചു. 54 വയസ്സായിരുന്നു. സംസ്കാരം നാളെ ജന്മനാടായ തിരുവനന്തപുരത്ത് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രിമാരും അനുശോചിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഏറെ നാളായി ഡൽഹിയിൽ ചികിത്സയിലായിരുന്ന ആർ രാധാകൃഷ്ണൻ നായർ പുലർച്ചെ 3 മണിയോടെയാണ് അന്തരിച്ചത്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. 1990-ലാണ് മാധ്യമരംഗത്ത് എത്തുന്നത്. UNA-യിലായിരുന്നു തുടക്കം. തുടർന്ന് CNBC-യിൽ ചേർന്നു. CNN ന്യൂസ് 18-ന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്നു. 4 വർഷം മുൻപാണ് മാനേജിംഗ് എഡിറ്ററാകുന്നത്. മൃതദേഹം വൈകുന്നേരം വരെ ഡൽഹി ഇന്ദിരാപുരത്തെ വസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. നാളെ തിരുവനന്തപുരം പട്ടത്തുള്ള വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം തൈക്കാട് വൈദ്യുതി ശ്മശാനത്തിൽ സംസ്കരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രിമാരായ അരുൺ ജെയ്റ്റ്ലി, സുരേഷ് പ്രഭു, ശശി തരൂർ MP തുടങ്ങിയവർ അനുശോചിച്ചു. ആദായ നികുതി ഓഫീസർ ജ്യോതി നായരാണ് ഭാര്യ. കാർത്തിക, കീർത്തന എന്നിവർ മക്കളാണ്. ന്യൂസ് 18 ഡൽഹി. ഗിരീഷ് ഓമല്ലൂർ മാധ്യമ പുരസ്കാരത്തിൽ മികച്ച ക്യാമറമാനുള്ള പ്രത്യേക പരാമർശം ന്യൂസ് 18-ലെ കണ്ണൻ C. പ്രസന്നന്. പ്രളയകാലത്തെ ചെറുതോണി ചപ്പാത്തിലെ രക്ഷാപ്രവർത്തനം പകർത്തിയതിനാണ് പുരസ്കാരം. അവാർഡ് പിന്നീട് സമ്മാനിക്കും. രോഗബാധിതനായ കൊച്ചുകുഞ്ഞുമായി ചപ്പാത്തിലൂടെ ഓടുന്ന ദൃശ്യം ദേശീയ ശ്രദ്ധ നേടിയിരുന്നു. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി.